ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ലൈനിങ് ഇല്ലാത്ത സ്ലീവിന്, അതിപ്പോൾ ചുരിദാറായാലും ബ്ലൗസിനായാലും സ്കാലപ്പ് വർക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോടുകൂടി ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമുള്ള ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസ് വെച്ചാണ് നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1/4 ഇഞ്ച് വിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിന് തൊട്ടടുത്തായിട്ട് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ വിട്ട് മറ്റൊരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് സ്കാലപ്പിൻ്റെ ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു റൗണ്ടഡ് ഷേപ്പുള്ള സാധനം വെച്ച് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് സ്കാലപ്പിൻ്റെ ആ റൗണ്ട് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനെങ്കിൽ 2 ലൈന് വിട്ടിട്ടുള്ളത്. അപ്പം ആ 2 ലൈനിലും നിർത്തിയിട്ട് വേണം നമ്മൾ ഈ സ്കാലപ്പ് വർക്കിൻ്റെ ആ ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൃത്യ അളവിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഈ ക്യാൻവാസിനെ കവർ ചെയ്യാനുള്ള ഒരു ലൈനിങ് പീസാണ്. 3 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമായിരിക്കണം ഈ ക്യാൻവാസിൻ്റെ ലൈനിങ് പീസിന് വേണ്ടത്. ഇനി നമുക്ക് ഈ ക്യാൻവാസും ലൈനിങ്ങും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശത്തായിരിക്കണം ഈ ക്യാൻവാസും ലൈനിങ് പീസും നമ്മൾ വെക്കേണ്ടത്. ഇനി നമുക്ക് ഇത് 3ഉം കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈനിന് പുറത്തുകൂടി വേണം ആദ്യത്തെ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ആ സ്കാലപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിൻ്റെ പുറത്തുകൂടി വേണം ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് സാവധാനത്തിൽ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ആ ലൈനിൽ കൂടെ പതുക്കെ നിർത്തി വേണം അത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആ സ്കാലപ്പിൻ്റെ ലൈനിങ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നല്ലതുപോലെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കട്ടിങ്. വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നവർക്ക് അത് ഈസിയാണ്, പക്ഷേ ബിഗിനേഴ്സിന് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ പതുക്കെ സാവധാനത്തിലിരുന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ പ്രധാനമായിട്ടും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ കട്ടിങ് വീഴാതെ ഒരു 1/4 ഇഞ്ച് മാറ്റി വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജോയിൻസിൻ്റെ ഇടയ്ക്ക്, സ്റ്റിച്ചിങ്ങിൻ്റെ ജോയിൻസിൻ്റെ ഇടയ്ക്ക് സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. ആ സ്റ്റിച്ചിങ് കട്ടാവാതെ അതിൻ്റെ ജോയിൻസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്കാലപ്പെല്ലാം നല്ല വൃത്തിക്ക് തിരിച്ചെടുത്ത് കൊടുക്കാം. ഞാൻ ഈ ഇത് കാണിക്കുന്ന പോലെ വിരൽ വെച്ച് നല്ലതുപോലെ കുത്തി തിരിച്ചെടുത്താലും മതി. അങ്ങനെ നമ്മുടെ സ്കാലപ്പെല്ലാം ഇവിടെ റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്കാലപ്പ് എടുത്താലും ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഈ സ്ലീവ് ഒരു വല്ലാത്തൊരു ഫിനിഷിങ് ഇല്ലാത്തതുപോലെ നമുക്ക് കിട്ടും. നമുക്ക് ഫിനിഷിങ്ങോട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റിച്ചിങ് ഇല്ലാതെ നമുക്ക് കിട്ടണം. സ്റ്റിച്ചിങ് ഇല്ലാതെ ഇതെങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിനി ഈ ക്യാൻവാസിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ആ ലൈനിങ് മടക്കി അതിനോടുകൂടി ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ക്യാൻവാസ് നമ്മൾ മടക്കി അടിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ സ്കാലപ്പ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ സൂത്രപ്പണി. നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു സ്കാലപ്പിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ഈ സ്ലീവ് കംപ്ലീറ്റ് ആവൂ. നമ്മളിത് സ്റ്റിച്ച് ചെയ്താൽ അതൊരു ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നല്ലേ നോക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രപ്പണിയാണ്
ഫാബ്രിക് ഫ്യൂസിങ് ടേപ്പ്. ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവം വെച്ച് നമുക്ക് ഫാബ്രിക്കുകളൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം വെച്ച് ഈ സ്കാലപ്പ് വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാവേ. ഞാൻ ഈ ഫ്യൂസിങ് ടേപ്പ് വെച്ച് സ്കാലപ്പിൻ്റെ ആ ഒരു ഭാഗം ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഒട്ടിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ക്യാൻവാസിൻ്റെ അടിയിലായിട്ട് ഫ്യൂസിങ് ടേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് വെച്ച് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അയൺ ബോക്സ് വെച്ച് ഇത് നല്ലതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഈ ഫാബ്രിക്കിൽ ഈ ക്യാൻവാസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ഇല്ലാതെ തന്നെ നമുക്ക് സ്ലീവായാലും അതായത് നെക്കായാലും ഏത് ഭാഗമായാലും നമുക്ക് സ്റ്റിച്ചിങ് ഇല്ലാതെ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്